നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യം രാജ്യമാണ്. ഇവിടെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനിയും മറ്റുള്ള മതസ്ഥരൊക്കെ തോളോട് ജീവിക്കുന്ന ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ. കുറച്ചു കാലത്തിന് ശേഷം വന്നിട്ടുള്ള മാറ്റം എന്നത് BJP സർക്കാർ, കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന സമയത്ത് തുടങ്ങുന്ന മുതൽ ഇങ്ങോട്ടുള്ള ഭരണം മുസ്ലിങ്ങൾക്ക് വളരെ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ പെടുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ രാജ്യം ഹിന്ദുത്വവൽക്കരിക്കാൻ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രം എന്നൊരു തന്ത്രത്തിലാണ് കേന്ദ്ര സർക്കാർ, ഇപ്പോൾ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ അവരുടെ തന്ത്രം. മൈ നെയിം ഈസ് ജാഫർ ഷെരീഫ്. വെൽക്കം ബാക്ക് ഷെരീഫ് മീഡിയ. എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഈ തോളോട് ജീവിക്കുന്ന രാജ്യം ഒറ്റ നിമിഷത്തിൽ കൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾ വേണ്ട, ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി എന്ന തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJPന്റെ തന്ത്രം. അത് നടക്കില്ല എന്നത് മുസ്ലിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് പൗരത്വം ബിൽ പാസാക്കിയപ്പോൾ തെരുവിലേക്ക് ഇറങ്ങി മുസ്ലിങ്ങൾ ഓടൊപ്പം ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരുമിച്ച് എന്ന് സമര വിപ്ലവം സൃഷ്ടിച്ചത്. അത് കണ്ട് അമിത് സിംഗ് നരേന്ദ്രപോളും അതിനെ കണ്ട് ഒരു വാക്കുകൊണ്ടൊന്നും മിണ്ടിയിട്ടില്ല. മുസ്ലിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി പറയാനും BJP സർക്കാർ മിണ്ടിയിട്ടില്ല. സിവിൽ കോഡ് പാസ്സാക്കിയതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്താണ് സിവിൽ കോഡ് എന്ന അതിൻ്റെ ഒരു തന്ത്രവും അതും ഇതും വിരയം മിണ്ടിയിട്ടില്ല. 2024 ലോക്സഭ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള 2-3 വർഷം മുമ്പ് ക്യാപ്പിട്ട് കൊണ്ടാണ് ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്. പള്ളി പൊളിച്ചിട്ട് അവിടെ ക്ഷേത്ര പണി ചെയ്യുന്ന ഓരോ സംസ്ഥാനങ്ങളിലും പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊടുക്കുകയാണ്. നമുക്ക് ഞെട്ടിക്കുന്ന വാർത്തയാണ് അതൊക്കെ. ഇവിടെ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നത്, മുസ്ലിങ്ങൾ നല്ല മതേതരമായി ജീവിക്കുന്ന ഈ രാജ്യത്ത് മറ്റുള്ള മുസ്ലിങ്ങളിൽ മറ്റുള്ള മതങ്ങൾക്ക് പ്രശ്നം ഇല്ലാത്ത രൂപത്തിലാണ് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ BJP ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് നിമിഷത്തിലും എപ്പോഴും എന്തും നടക്കാം എന്ന രൂപത്തിലാണ് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പൗരന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്തും നടക്കാം അല്ലെങ്കിൽ എന്തും നടന്നുകൊണ്ടിരിക്കുന്നു ഒക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് മാത്രം മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് നീക്കി ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി എന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത്? ഒരിക്കലും നടക്കില്ല. ഇവിടെ മുസ്ലിങ്ങൾ ജീവിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് ജീവിച്ചു കൊണ്ടിരിക്കും. അത് എങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും മറ്റുള്ള പാർട്ടികൾ ഭരിച്ചാലും മുസ്ലിം സമുദായം ഇവിടെ എങ്ങനെയുള്ളത് അതുപോലെ തന്നെ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കും.
തീർച്ചയായും ഉണ്ട്. इंडिया हिंदू का नहीं, इंडिया मुसलमान का नहीं, इंडिया क्रिश्चियन का नहीं, इंडिया किसी न किसी पार्टी का नहीं, बल्कि इंडिया सबका है, सबका है। हिंदुस्तान हमारा है।